ഒരിക്കലും സത്യത്തിന് മൂഴി വെക്കാൻ പറ്റില്ല. സത്യം പുറത്ത് വരണം, സത്യം മാത്രം പുറത്തു വരണം, സത്യം വിജയിക്കണം, സത്യം ഈശ്വരനാണ്. ദിലീപിൻ്റെ ഇന്നത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ കേട്ടതിൽ ഒരുപാട് മുരളി ജയൻ്റെ ഫാൻസിന് ഒരുപാട് പേടിയാണ്. അട്ടിമറിയോ, കേസ് എന്താവും, DNA ടെസ്റ്റിലൊക്കെ വ്യാജം ഉണ്ടാവും, അന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പേടിയാണ്. എന്താ അട്ടിമറിയോ എന്തൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പേടിയാണ്. ഞാൻ മുമ്പേ പറഞ്ഞൊരു കേസാണ്. ഒരുപാട് ആൾക്കാർ കമൻറ്റും മെസ്സേജും കൊണ്ട് നിറഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. സംഭവത്തേക്ക് അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോഴത്തേക്ക് അത് നടക്കില്ല. എൻ്റെ അംഗീകാരത്തിലാണ് അത് നടക്കുന്നത്. അത് ഒരിക്കലും എന്താകുമ്പോഴത്തേക്ക് ഫേക്ക് ആയിട്ടുണ്ടാവില്ല. ഒറിജിനലായിട്ട് തന്നെ കഴിയുന്നതിൻ്റെ പരമാവധി ശ്രമിക്കാം. അതിൻ്റെ ഇടയിലായാൽ പിന്നെ ഞാൻ പറയുമ്പോൾ ഈ ആദിത്യനെ ഒത്തിരി വലിയ പിടിപാടൊന്നുമില്ല. ദിലീപ് എവിടെ ഉണ്ട്, ആദിത്യന് എവിടെ ഉണ്ട്, വലിയ പിടിപാടൊന്നുമില്ല അവന്മാർക്കൊക്കെ. അത് വേറെ കാര്യം. പിന്നെ പറയുമ്പോഴത്തേക്ക് നമ്മളെ ഇടയിലുള്ള ആൾക്കാർക്കും ഒരുപാട് പിടിപാട് കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് നമ്മളെ ഭാഗത്ത് 100% കറക്റ്റ് ആയിരിക്കും. അത് ടെസ്റ്റിൻ്റെ കാര്യത്തിലായാലും പിന്നെ അവരെ കൊണ്ട് ഫേക്ക് ചെയ്യാൻ ഒരിക്കലും സമ്മതിക്കില്ല. അതാണ് സംഭവം. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഈ നാട്ടിലൊരു 10 മണിക്ക് തുടങ്ങിയ കമൻസ് ഇപ്പോഴും തീർന്നിട്ട് ഒരുപാട് ആൾക്കാർ പേഴ്സണൽ വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ വാട്സപ്പ് നമ്പർ എങ്ങനെ കിട്ടിയെന്ന് അറിഞ്ഞുകൂടാ. അത് അതിലും വന്നിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. കൊല്ലം ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ റീപ്ലൈ എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ട് അങ്ങ് ഒറ്റയടിക്ക് തീർന്നല്ലോ എന്നിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ് പിന്നെ അടുത്തത് എന്താണ്, ദിലീപിൻ്റെ കേസ് ഇടപെടുന്നു. ഇല്ലില്ല, ദിലീപിൻ്റെ കേസിൽ ഇടപെടുന്നില്ല. അവർ മേൽക്കോട്ടേക്ക് പോവാതിരിക്കുക, അതെന്ത് വേണം ചെയ്തോട്ടെ, അതൊരു ചെയ്യാനുള്ളൊരു താല്പര്യമില്ല. എന്നാലുമ്പോഴത്തേക്ക് സിനിമാറ്റിക്കിൻ്റെയും കുറേ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വേണ്ട. പിന്നെ പറയുമ്പോഴത്തേക്ക് ദിലീപിന് ഇപ്പോൾ ഈ മേൽക്കോടതി പോകുന്നൊരു വക്കീൽ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കറിയുന്ന ഒരു വ്യക്തിയാണ്. സുപ്രീം കോടതിൻ്റെ സഖ്ദേവ് സിംഗാണ് പോകുന്നത്. അതും എന്തായാലും ദിലീപിനത് മേൽക്കോടതിയിലേക്ക് അപ്പീൽ പോകും എന്തായാലും, അതൊരു ഉറപ്പാണ്. ഈ അടുത്ത കേസ് വരുമ്പോഴത്തേക്ക് പിന്നെ ഒരുപാട് ആൾക്കാർ ഈ തിരുവനന്തപുരം ഭാഗത്തുള്ള ഈ കർഷക ഗ്യാസ്മൊക്കെ തൂക്കയർ കിട്ടുന്നത് അത് എന്തുകൊണ്ടാണ്, ഒരുപാട് ആൾക്കാർ കൊലപാതകം ചെയ്ത ആൾക്കാർ അവർക്കൊന്നും തൂക്കയർ കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനെപ്പറ്റി മുമ്പൊരിക്കൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ചാനലിൻ്റെ എൻ്റെ അടുത്തില്ല. മുമ്പ് തന്നെ വൈറലായ ഒരു ചാനൽ ഉണ്ടായിരുന്നു എൻ്റെ, അത് മാറ്റി ഞാൻ ന്യൂ ചാനൽ തുടങ്ങിയത്. ആ സമയത്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അതിന് പറയുമ്പോഴത്തേക്ക് മേൽക്കോട്ടേക്ക് ഞാൻ പോകാനായിട്ട് പറഞ്ഞു. അതും പറയുമ്പോഴത്തേക്ക് ഈ തൂക്കയറിന് ജീവപര്യന്തം കൊടുക്കാൻ പറ്റും നമുക്ക്. അതെന്ന് പറയുമ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് കൊലപാതകം ചെയ്തത് സ്നേഹിക്കുന്നൊരു പുരുഷനായിട്ടൊന്നും അറിയണം. ചിലപ്പോൾ നമ്മൾ ഒരുപാട് ട്രസ്റ്റ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടാവും. ഇല്ലെങ്കിൽ ഒരു നാട്ടിൻ പുറത്തുള്ള ഒരു പെണ്ണ് അങ്ങനെയൊക്കെ ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നതിലുള്ള ഒരു കാര്യങ്ങളൊക്കെ നോക്കണം. അതുകൊണ്ട് ഞാൻ ഈ മാസം ഒരു 15 നാട്ടിലേക്ക് വന്നിട്ട് ഈ ഗ്രേസ്മിൻ്റെ കേസൊന്ന് അന്വേഷിച്ചിട്ട് അത് എന്തുകൊണ്ടാണ് കൊലപാതകം ചെയ്തത് അതിനുള്ള റീസൺ കിട്ടണം. അതുകൊണ്ട് ഈ നമ്മുടെ ഈ ജയിൽ സൂപ്രണ്ടായ വിശ്വനാഥ പണിക്കരെ ഒന്ന് മീറ്റ് ചെയ്തിട്ട് നേരിട്ട് ഒരു സംഭാഷണം നടത്തണം ഗ്രേസ്മായിട്ട്. എന്തുകൊണ്ടാണ് അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു സത്യങ്ങളുണ്ടാണോ. പിന്നെ പറയുമ്പോഴത്തേക്ക് ഇതിന് മുമ്പാർക്ക് അപ്പീൽ പോകാനോ അല്ലെങ്കിൽ വാദിക്കാനോ നല്ല വക്കീലിനൊക്കെ കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. കാരണം പറഞ്ഞാൽ ഒരു പാവപ്പെട്ട വീട്ടിലൊരു പെണ്ണാണ് ഗ്രേസ്മ. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞത് മുരളി ജയൻ്റെ 100% ആയിട്ട് 28-ന് DNA ടെസ്റ്റ് നടന്നിരിക്കും. അതിൽ എല്ലാ ചരടുവലിയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിലൊരിക്കലും ഫേക്ക് ഉണ്ടാവില്ല. 100% ഗ്യാരണ്ടി ആയി ഞാൻ പറയുന്നുള്ളതാണ്. പിന്നെ പറയുമ്പോഴത്തേക്ക് ദിലീപിൻ്റെ കേസ് ഞാൻ ഒഴിവാക്കിയതാണ്, അതിനെ കൊണ്ട് വേണ്ടായിട്ടാണ്. മൂന്നാമത്തെ നമ്മൾ ഗ്രേസ്മിൻ്റെ കേസ് നമുക്ക് നോക്കാം. അതിന് പിന്നെ കണ്ണൂരിൽ ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് കേസ് വെച്ചൊക്കെ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് എൻ്റെ ജോബിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, ഞാൻ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വർക്കറാണ്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ഏറ്റെടുത്താലും പിന്നെ എൻ്റെ പണി പോകും. അത് വേറെ കാര്യം. ഇത് പറയുമ്പോഴത്തേക്ക് ഒരു ഉപകാരമില്ലാത്തൊരു മനുഷ്യ സ്നേഹത്തിൻ്റെ പേരിലാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കും പറയുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ എനിക്ക് പണം ഓഫർ ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഏതിനൊക്കെ ഞാൻ പറയില്ല, പണം ഓഫർ ചെയ്തിട്ടൊക്കെ ഒരു വീഡിയോ ഉണ്ടാകത്ത് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ വേണ്ട. ഒരിക്കലും സത്യത്തിന് മൂഴി വെക്കാൻ പറ്റില്ല. സത്യം പുറത്ത് വരണം, സത്യം മാത്രം പുറത്ത് വരണം, സത്യം വിജയിക്കണം, സത്യം ഈശ്വരനാണ്. അതാണ് പറയുന്നത്. എവിടെയാലും സത്യം വിജയിക്കണം, സത്യം ഈശ്വരൻ. അതാണ് സംഭവം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം,
കമൻറ്റിലൂടെ എല്ലാ സംഭവം അറിയിക്കണം. ഒരുപാട് കമൻസ് എനിക്ക് റീപ്ലൈ തരാൻ പറ്റുന്നില്ല, എന്നാൽ കമൻറ്റ് ഇട്ടോളി. നമ്മളെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഈ കമൻസൊക്കെ പറയുന്നുണ്ടെന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള ഏറ്റവും കൂടുതൽ കമൻസ് ഏറ്റവും കൂടുതൽ മെസ്സേജ് വന്നിരിക്കുകയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. എന്നാൽ നന്ദി, നമസ്കാരം.